ഇന്ന് മജ്ലിസ് സ്റ്റാഫിൻ്റെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. പ്രിൻസിപ്പൽ ഉദ്ഘാടനം ചെയ്തു. നജീബിന് ക്ഷീരകർഷകനുള്ള അവാർഡ് ഇന്ന് കൊടുത്തു. ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ, സ്റ്റാഫും ഞങ്ങളെല്ലാവരും കൂടെ നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം. ഞാൻ ഗെയിംസിന് ഒരു വിധത്തിൽ എല്ലാത്തിനും പങ്കെടുത്തു, പക്ഷേ ഒന്നിനും പ്രൈസ് കിട്ടിയിട്ടില്ല. എന്നാലും പൊളിച്ചു, അടിപൊളിയായിരുന്നു. ഇത് ഞങ്ങളുടെ സെക്യൂരിറ്റി കാക്കയാണ് കേട്ടോ. ഞാൻ ചേച്ചൻ്റെ തലയ്ക്ക് തല്ലി പൊട്ടിച്ചിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി മുന്നിൽ ചാടിയതാണ്. ഉറി അടിക്കാൻ പോയതാണ്, പക്ഷേ ഇങ്ങടെ വന്നിട്ടാണ് അടിക്കണത്. എനിക്ക് കണ്ണ് കെട്ടിത്തരുമ്പോൾ നജീബ് ഐഡിയകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ചേച്ചി, ഞാൻ ഇങ്ങനെ തിരിച്ചവിടെ കൊണ്ടുപോയി വെക്കും, നേരെ മുന്നിലേക്ക് പോവുക, ഫ്രണ്ടിൽ വന്നാൽ ഞാൻ പറയാം എവിടെ എത്തി എന്താണെന്നുള്ളതൊക്കെ. അവന് എന്ത് പറഞ്ഞിട്ടെന്താ, എന്നെക്കൊണ്ട് പറ്റിയില്ല. 2 ചാൻസ് തന്നു. ഉറിയുടെ അടുത്ത് വരെ ഞാൻ പോയി, പക്ഷേ അടിക്കാൻ പറ്റില്ല. ഹൈറ്റ് കുറവുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റേണ്ടല്ലോ. പക്ഷേ അഖിൽ സാറ് നല്ല താത്തി തന്നു കേട്ടോ ഉറി, പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല. അവസാനം ഞാൻ കീഴടങ്ങി. അങ്ങനെ ഒരു മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോയി, ഒന്ന് പ്രിൻസിപ്പാളും പൊട്ടിച്ചു. പിന്നെ കസേരക്കളിയായിരുന്നു കേട്ടോ. സാറുമാരുടെ കസേരക്കളിയായിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നു. ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. എന്നാലും അതിൽ ഞങ്ങളുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിഖിൽ സാറാണ് വിന്നറായത്. ബൂസ്റ്റായിരുന്നു സമ്മാനം. പിന്നെ ലെമൺ സ്പൂൺ ആയിരുന്നു. അത് ഞങ്ങളുടെ ലേഡീസ് സ്റ്റാഫിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മത്സരം. ലെമൺ സ്പൂണിനൊന്നും ഞാൻ പങ്കെടുത്തില്ല കേട്ടോ, കാരണം എനിക്ക് ആ സ്പൂൺ അങ്ങനെ വെച്ച് കൊണ്ടുപോകാൻ അറിഞ്ഞൂടാ. എന്തായാലും ചിത്തിര മിസ്സിന് അതിന് കിട്ടിയൊരു മത്തങ്ങ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അടുത്തതൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. കുളം കര എന്ന് പറഞ്ഞിട്ട് ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു അത്. പിന്നെ ഗെയിംസൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ക്യാൻറ്റീനിലെ ചേച്ചിമാരുടെ വകയായിരുന്നു കേട്ടോ സദ്യ. അടിപൊളി സദ്യയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. ഡാൻസ് ഞാനിതിൽ ഇട്ടിട്ടില്ല, അത് വേറെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം അന്താക്ഷരി കളിച്ചു, പാട്ടും ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഞങ്ങൾ കോളേജിൽ നിന്ന്. അത് കഴിഞ്ഞൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു.